അണ്ണാ DMKയുടെ പതാകയും രണ്ടില ചിഹ്നവും തനിക്ക് നിഷേധിച്ചതിനെതിരെ മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം നൽകിയ അപ്പീൽ മദ്രാസ് ഹൈക്കോടതി തള്ളി. വിഷയത്തിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. അന്തിമവാദം കേൾക്കുന്നതിനായി കേസ് ജൂണിലേക്ക് മാറ്റി. ഇതോടെ തെരഞ്ഞെടുപ്പിന് മുൻപ് OPSന് രണ്ടില ചിഹ്നം കിട്ടില്ല എന്ന് ഉറപ്പായി. വിനയ് ഉണ്ണി വിവരങ്ങളുമായി ചേരുന്നു. വിനയ്, ഫസ്റ്റ് ഫേസിലാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിലൊരു ക്ലാരിറ്റി ഉണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ കഴിയില്ല. എന്തായാലും നേരത്തെ എടപ്പാടി പളനിസ്വാമി സെക്രട്ടറി ആയ അണ്ണാ DMK ആ പാർട്ടിയുടെ രണ്ടില ചിഹ്നവും പതാകയും തനിക്ക് വേണമെന്നായിരുന്നു പുറത്താക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി OPSന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ നിന്നും OPSന് എതിരായി ഇത് വന്നിരുന്നെങ്കിലും ഇതിപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിനെയാണ് OPS വീണ്ടും സമീപിച്ചത്. ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഈ രണ്ടില ചിഹ്നവും അണ്ണാ DMK പതാകയും ലെറ്റർ പാഡും ഉപയോഗിക്കാൻ അനുമതി വേണമെന്നായിരുന്നു ഹർജി. മാത്രമല്ല EPS സെക്രട്ടറി ആയ അണ്ണാ DMK പാർട്ടിക്ക് ഈ ചിഹ്നം അനുവദിക്കരുത്, ഈ ചിഹ്നം മരവിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആവശ്യങ്ങളെല്ലാം തന്നെ മദ്രാസ് ഹൈക്കോടതിയുടെ രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ തള്ളുകയായിരുന്നു. മാത്രമല്ല ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേസ് ജൂൺ 10 മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് OPSന് രണ്ടില ചിഹ്നം ലഭിക്കില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ്. നിലവിൽ OPS രാമനാഥപുരം മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നാണ് പറഞ്ഞത്. NDA സ്വതന്ത്ര സ്ഥാനാർത്ഥി ആകുമെന്നാണ് ഒരു സ്വയ പ്രഖ്യാപനം OPS നടത്തിയിരുന്നത്. പക്ഷേ നിലവിൽ NDAയുടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ OPSന് മറ്റേതെങ്കിലും ചിഹ്നത്തിൽ ഇത്തവണ ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കേണ്ടി വരുമെന്ന ഒരവസ്ഥയാണ്. വിവരങ്ങൾ